ഇരുമ്പിന്റെ വാതിലൊക്കെ വെച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയോ? എങ്ങനെയേ കുറച്ച് ടിപ്സുകൾ ശ്രദ്ധിക്കാണ്ട് നമ്മളെ വീട് പണി കഴിഞ്ഞ മുമ്പായിട്ട് ഇത് എങ്ങനെ നമുക്ക് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വിത്ത് മീ നൗഫൽക്കാർ എന്ന ചാനലിലേക്ക് സ്വാഗതം. മുമ്പ് നമ്മൾ ഈ വീടിന്റെ ഈ ഇത്രത്തോളം വർക്കിന്റെ എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ടിപ്സുകൾ കാര്യങ്ങളാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീട് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസും ചെക്ക് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഒരുപാട് ജനവാതിലുകളും വാതികളൊക്കെ വെച്ചിട്ടുണ്ട് ഇരുമ്പിന്റെ. അത് ഓരോന്നും നമ്മളെ ഒരു ബെൽറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞ് മുതലുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. നമ്മൾ ജനവാതിലും വാതിലൊക്കെ അതെ ലിൻഡൽ വാർപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പടവിന് സമയത്ത് എന്ത് ശ്രദ്ധിക്കണം, അതുപോലെ ലിൻഡൽ വാർപ്പ് ടൈമിലൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് വരും ഈ ഒരു വാതിൽ നമുക്ക് നോക്കാം. ഇതിന് മുമ്പ് ഈ ഒരു പടവിന്റെ ടൈമിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുള്ളത് എന്താ വെച്ചാൽ പടവ് കഴിഞ്ഞ ഉടനെ തന്നെ കഴുകുക. ഒരു നനഞ്ഞ ശീലൊക്കെ എടുത്ത് വെച്ചിട്ട് ആ സിമെന്റ് ആയത് പെട്ടെന്ന് നമുക്ക് തോത്തി കളയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പലക അടിച്ച് വെച്ചിട്ടുണ്ട്. നാളെ കോൺക്രീറ്റ് ആണ്, ലിൻഡൽ കോൺക്രീറ്റ്. ആ ഒരു ടൈമിൽ നമ്മൾ ഇതിപ്പോൾ ഫുള്ള് ഇനി കവർ ചെയ്യാൻ പോവാണ്. ഇത് കുറച്ച് മുമ്പ് കവർ ചെയ്ത് ഈ ഒരു ഷീറ്റ് വെച്ച് അതുപോലെ മൊത്തത്തിൽ നമുക്കൊന്ന് കവർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സിമെന്റ് ഇതിന് ഒട്ടി പിടിച്ചാൽ ഭയങ്കര റിസ്ക് ആണ്. ഇത് തുടച്ച് കളയാന്നുള്ളത്, പേപ്പർ ഇട്ട് കളയാന്നുള്ളതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. മാത്രമല്ല ഈ പെയിന്റ് ഇളകി പോരുന്നത്, പിന്നെ പ്രൈമറി കോട്ടിങ് ചെയ്യണം, പിന്നെ പെയിന്റ് അടിക്കണം. ഒരുപാട് ചെലവ് ചുരുക്കാനും പണി എളുപ്പമാക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് നമ്മളെ മെയിൻ ഡോറാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പടവിന്റെ ടൈമിലൊക്കെ നമ്മൾ തോത്തിയതാണ്. സിമെന്റ് ആയി ഉടൻ തന്നെ തോത്തി കളഞ്ഞിക്കാണ്ട് സിമെന്റ് പറ്റി പിടിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ലിൻഡലിന് പലക അടിച്ചിട്ടുണ്ടല്ലോ, പലക അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. ഈ ജനവാതിലെ കമ്പിക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സീലിംഗ് റോഡ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നേരെ കവർ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ഇതിന് മേലെ ഒരു കവർ ഒട്ടിച്ച് വെക്കുകയാണ്. മാസ്കിൻ ടാപ്പൊക്കെ ഇട്ട് ഒട്ടിച്ച് വെച്ചിട്ട് കോൺക്രീറ്റ് തീരെ ആവാത്ത രീതിയിൽ. ഇപ്പോൾ നമുക്കിത് ഈ റൂമൊക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ട്. നമ്മളെ രണ്ടാമത്തെ റൂമാണ്. ഇതിനുള്ളിലൊക്കെ കവർ ചെയ്തേണ്ടില്ലേ, ഈ ഒരു കവറ് മാസ്കിൻ ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി കോൺക്രീറ്റ് ഒലിക്കുമ്പോഴും ഈ കവറിലേക്കാണ് വരുന്നത്. നമ്മൾ ഫുള്ള് മാസ്കിൻ ടാപ്പ് വെച്ച് ഒട്ടിക്കുക. അവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫുള്ള് മാസ്കിൻ ടാപ്പാണ്. അതുപോലെ ഈ കവറുമുണ്ട്. അതിനുള്ളിലേക്ക് സിമെൻറ്റ് പോകില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ടൈമിലൊക്കെ സിമെൻറ്റ് കട്ട പിടിച്ചാൽ അത് ഉരച്ച് കളയാന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ അത് കൂടുതൽ സിമെൻറ്റ് അതിൽ പറ്റി പിടിക്കാതെയൊക്കെ പറ്റും. പിന്നെ ഉരച്ച് കളഞ്ഞാൽ പ്രൈമറി കോട്ടിങ് പോകും, പിന്നെ അത് അടിക്കേണ്ടി വരും, ഒരുപാട് ടൈം കാര്യങ്ങൾ പോകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കും. നമ്മളെ ലിൻഡൽ വാർപ്പിൻ്റെ പലക കഴിച്ച് കഴിഞ്ഞ് അതെ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് രാവിലെ തന്നെ തുടങ്ങി ഉച്ച ഒരു 2 മണി ആയപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കണ്ടില്ലേ, കോൺക്രീറ്റ് ചെയ്ത ആ ഭാഗങ്ങളാണ് സിമെൻറ്റ് വലിച്ചിറങ്ങിയത്. അത് അപ്പോൾ തന്നെ ഒരു നനഞ്ഞ ശീലെടുത്ത് തോത്ത് ഞാൻ ആദ്യം പറഞ്ഞു അത് ക്ലീൻ ചെയ്യാം, എന്നാൽ കറക്റ്റ് ആ സിമെൻറ്റ് നമുക്ക് പോരുന്നതാണ്. അപ്പോൾ ലിൻഡൽ വാർപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ പിറ്റേ ദിവസം നനക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നലെ മാസ്കിൻ ടാപ്പൊക്കെ ഒട്ടിച്ച് കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഉപകാരം എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യമായിട്ട് ഒട്ടിച്ച ആ റൂം എന്ന് പറഞ്ഞല്ലോ, ആ ബാക്ക് റൂം, അതിലെ ഒരു ജനവാതിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ഇതിൽ കോൺക്രീറ്റ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ സിമെൻറ്റ് നിൽക്കുന്നത് നമ്മളെ മാസ്കിൻ ടാപ്പിൻ്റെ മുകളിലാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ജനവാതിൽ ഒരു സിമെൻറ്റോ കച്ചറകളോ കാര്യമൊന്നുമില്ലാതെ നമുക്ക് കിട്ടും. ഇത് ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിമെൻറ്റൊക്കെ പറ്റിക്കെടുക്കുന്നത് നമ്മളെ ജനവാതിലായിരിക്കും. അത് കട്ട പിടിച്ചാൽ ക്ലീൻ ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് എല്ലാത്തിലും കാണാം, എല്ലാ ജനവാതിലും ഇതൊക്കെ മാസ്കിൻ ടാപ്പ് ഒട്ടിച്ച് കണ്ടില്ലേ, എല്ലാം ഇതിൻ്റെ മുകളിലൂടെ ഒലിച്ചിറങ്ങിയത്. അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഒരു ജനവാതിലേക്കാണ് പോകാനുള്ളത്. ലാസ്റ്റ് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് വരെ ഫുള്ള് സിമെൻറ്റ് ഒലിച്ചിറങ്ങിയത്. അത് നമ്മൾ ഈ കവറിൽ ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്ത് ജനവാതിൽ കംപ്ലീറ്റ് വൃത്തിയായിട്ടുണ്ട്. ഇത് മറ്റൊരു ജനവാതിലാട്ടാ, ഒട്ടിച്ച ഭാഗം നോക്ക്. അങ്ങനെ എല്ലാ ജനവാതിലും ഇതാണ് അവസ്ഥ. നമുക്ക് ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇരുമ്പിൻ്റെ ആണ്, ഇനി ഇരുമ്പിൻ്റെ വേണമെന്നില്ല, നിങ്ങൾ വേറെ എന്ത് വെക്കുകയാണെന്നില്ലെങ്കിലും ഈ ഉരച്ച് കളിയുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു മാസ്കിൻ ടാപ്പൊക്കെ ഒട്ടിച്ച് ഷീറ്റൊക്കെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാവും. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് ടിപ്സ്, അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീട് എങ്ങനെ നമ്മൾ നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു വീഡിയോ സീരീസ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ ബൈ ബൈ.